ഹലോ. ഓ ശരി ശരി. ഓക്കെ, ഇനി വരണോ? ഇവിടെ ഉണ്ട് ഞാൻ. തിരുവനന്തപുരത്തെ പ്രശസ്തമായ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലാണ് ഇന്നത്തെ ഓ മൈ ഗോഡ് പ്രാങ്ക് അരങ്ങേറുന്നത്. വിഷയമൊന്നും പറയണ്ടാണ്, അത് എന്റെ മോളെ കാര്യമാണ്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിക്കുന്ന കുട്ടിയോട് രക്ഷകർത്താക്കളെ ഓഫീസിൽ വിളിച്ചുകൊണ്ടുവരാൻ HOD പറയുന്നു. അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നു. നമുക്ക് പോവാം. ക്യാമ്പസിൽ താൻ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ അച്ഛനെ വിളിക്കാൻ മടി കാണിച്ച കുട്ടിയും അമ്മയും ചേർന്ന് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന ത്രില്ലിംഗ് പ്രാങ്ക് നിമിഷങ്ങൾ കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ഞങ്ങളുടെ റെക്കോർഡാണ് സർ. അന്ന് വെക്കാൻ പറ്റിയില്ല. എന്താ പറ്റിയേ? അത് പനി പിടിച്ച് കിടക്കായിരുന്നു. 3 പേർക്കും പനിയായിരുന്നു? അല്ല, ഞങ്ങൾ 2 പേരുടെ മാത്രമേ ഉള്ളൂ സർ. ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് വിചാരിക്കരുത് കേട്ടോ. എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് പറയാം. എന്താ അത് തന്നെയാണോ? അതെ സർ. അറ്റൻഡൻസ് തീരെ ലോ ആണല്ലോപ്പാ. അത് പനിയായിരുന്നില്ലേ 2 ആഴ്ച. അതുകൊണ്ട് പനി ആയതുകൊണ്ട് അറ്റൻഡൻസ് ഞങ്ങൾ സെപ്പറേറ്റ് ഇട്ട് തരണോ? എന്താ ഇത്? ഫോർത്ത് സെമസ്റ്ററിലെ കീർത്തിയുടെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. കീർത്തിയുടെ പേരൻസ് കയറിയിരിക്കാൻ പറയും. ആ കീർത്തിയെ വിളിക്കാൻ നോക്കേ. ഓ ശരി. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണേ? ഇപ്പം നിങ്ങൾ എക്സാം എഴുതുന്നോ വേണ്ടായോ? എഴുതണം. അത് നിങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ തീരുമാനിക്കണ്ടേ? നിങ്ങൾ എഴുതണോ വേണ്ടതെന്ന് ഞങ്ങളല്ലേ നോക്കേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ വച്ചിട്ടില്ലല്ലോ നിങ്ങൾ? വച്ചിട്ടുണ്ട് നിങ്ങൾ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വച്ചിട്ടില്ലല്ലോ. വയ്ക്കാതെ ഞങ്ങൾ അങ്ങ് വിചാരിക്കണോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങൾ പിന്നെ തോന്നിയ ദിവസം പോലെ നിങ്ങൾ അങ്ങ് എഴുതി പിടിക്കാമെന്ന് വിചാരിച്ചോ? എല്ലാവർക്കും അസുഖം എന്ന് പറഞ്ഞാൽ മാറി എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? സോറി സർ. എന്ത് സോറി? ഇതൊക്കെയാണോ സോറി? ഈ സോറി എന്ന് പറയുന്ന വേർഡ് ചുമ്മാ യൂസ് ചെയ്യാനുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇനോ എഴുതുമ്പോ ഇരിക്കാൻ ഞാൻ വരുന്നത്. ആ കീർത്തി എന്ന് വിളിക്കേ. നമസ്കാരം. ഞാൻ കുറേ സമയം വിളിച്ചിരുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചു, എടുക്കുന്നില്ല. ഇത് ഹസ്ബൻഡ്. ഓക്കെ. എന്ത് ചെയ്യണം ഞങ്ങൾ? എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഓക്കെയാണ്. സാറിന് മനസ്സിലായോ? കണ്ടീഷൻസ് മനസ്സിലായോ? ഒരു ക്ലാസ് അവിടെ നിന്നാൽ മതി. ഒന്നാമത്തെ കാര്യം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറില്ല. സാറിനറിയാമോ? ഞാൻ വിളിച്ച അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെടുത്ത് ഞാൻ വിളിച്ച് പലപ്പോഴും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? നാളെ വരാം. സാറേ, ഞാൻ എന്ത് ചെയ്യുന്നു പറയാം സാർ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കണല്ലേ. ഞാൻ പുള്ളിയുടെ അടുത്ത് നീ കാണിച്ച ശുഷ്കാന്തി അന്ന് 1 മാസത്തിന് മുമ്പേ കാണിച്ചെന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത് ചേട്ടന് നമുക്ക് സ്ഥലത്ത് കിട്ടിയില്ല. അപ്പൊ അത് തിരക്കായി പോയി. പുള്ളി പറയണം. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇല്ലാതെ പോയി, അതാണ് ഇത്രയും വഷളാവെന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു? എവിടെ ജോലി? ഞാനവിടെ ഒരു കമ്പനിയിലാണ്. കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നത്. അത് പോയി ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് പോയി നിന്നോളൂ. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങ് വരാമല്ലോ. അമ്മയ്ക്ക് വന്ന് 1 മാസത്തിന് മുമ്പേ ഞാൻ പറഞ്ഞു എക്സാം എഴുതിപ്പിക്കില്ല, അറ്റൻഡൻസ് ഇല്ല, എക്സാം എഴുതിപ്പിക്കില്ല. ഇടയ്ക്ക് വന്നെന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ തൊട്ടടുത്തല്ലേ വന്ന് എന്നാണ് ഞാൻ. ആര് വന്നു? സാർ ഒരു 3 മാസം മുമ്പേ വന്നിരുന്നു. സഹോദരനോട്ട് അല്ലേ, മാഡത്തിന്റെ സഹോദരനായിട്ട് വന്നിട്ട് 3 മാസം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിളിച്ചതിന് ശേഷം പിന്നെ വന്നതാണ്. സഹോദരനുമായിട്ട് വന്നു. അത് ആദ്യത്തെ വിഷയം തീർന്നു. അത് നിങ്ങൾക്ക് 2 പേർക്ക് അറിയാവുന്ന കേസാണല്ലോ. ഇവിടെ കിടന്ന് പയ്യന്മാരെ കൂടെ ബൈക്കിൽ കിടന്ന് കറങ്ങാൻ, ക്ലാസ്സിൽ കയറാറ്. അത് വിളിച്ച് പറഞ്ഞു. സഹോദരനും ഇദ്ദേഹം കൂടെ വന്നു. അന്നും ആ സഹോദരനോട് ഞാൻ പറഞ്ഞു കാര്യം. 2ാമത് വട്ടവും അന്ന് എനിക്ക് എഴുതി തന്നു. ഇനി ഒരു കുഴപ്പം ഉണ്ടാകില്ല. ആ എഴുതി തന്നതിന് ശേഷം 15 ദിവസം എടുത്തോ. 15 ദിവസം. 15ന്റെ അന്ന് ഈ കുട്ടി ഇങ്ങനെ ചെയ്തില്ലേ? അങ്ങോട്ട് നോക്കണം സാർ, അങ്ങോട്ട് നോക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലുക്ക് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു. ഇവിടെ CCTV ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ? തീർച്ചയായിട്ടും എല്ലായിടത്തും CCTV ഉണ്ട്. നിങ്ങൾ ഏത് കുട്ടിയായിരുന്നാലും ഇവിടെ വളരെ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നൊരു സ്ഥാപനമാണിത്. സാറിന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ സാറിൻ്റെ കുട്ടി ഇവിടെ പഠിപ്പിക്കാൻ വിട്ടത്. ആണല്ലോ. സമാധാനം. എന്താ സാറൊന്നും വിടാത്തത്? ശരിയല്ലേ? ഇതിനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താണ് നേട്ടം? എന്ത് അച്ചീവ്മെൻ്റ് ആണ് ഇവർ എടുക്കുന്നത്? എനിക്ക് എന്ത് അച്ചീവ്മെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് നോ. സത്യം
പഠിപ്പിക്കുന്നവരോടൊക്കെ വളരെ മോശമായിട്ടാണ്, ഹോറിബിളായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ചോദിച്ചു നോക്കണം, സാറ് ചോദിച്ചു നോക്കണം. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ മിണ്ടുന്നില്ല, ചോദിക്കണം. ശരി തന്നെ. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചുമ്മാ സാറ് വെറുതെ പറയുന്നില്ല. വെറുതെ പറയുന്നത്. ഇല്ല, അവരെത്രയോ കുട്ടികളെ കാണുന്നുണ്ട് ദിവസം. എന്നോട് ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നത് നന്നാവാൻ വേണ്ടി പലതും പറയും, മനസ്സിലായില്ലേ? ഇത്രയും കുട്ടികളെ ഇത്രയും വലിയൊരു സ്ഥാപനം അത് ഓടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലായോ? അത് ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇങ്ങനെ 4 പേര് ഇങ്ങനെ ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് ബാധിക്കുന്നത്? ഇപ്പം എനിക്കും ബുദ്ധിമുട്ടായില്ലേ? എനിക്ക് ഒന്നാ നല്ല സുഖമല്ലേ, എന്നാലും ബുദ്ധിമുട്ടായില്ലേ? കോഴിക്കോട് നിന്ന് മനുഷ്യൻ വന്നിരിക്കുകയാണ്. എനിക്ക് ഇത്തിരി ശാലം മഴ എന്താ അടിച്ചത്, ഇടയ്ക്ക് വണ്ടി ബസ്സിൽ ഇരുന്നോട്ട് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചത് ആകപ്പാടെ എനിക്കും ഒരു പ്രശ്നമായി. ഞാൻ കിടന്ന റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഈ ഇങ്ങനെ അലഞ്ഞു വന്നില്ലേ? കണ്ടോ, കിടന്ന കിടപ്പിന്നാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് മോക്ക് വേണ്ടിയിട്ട്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സിനിമ കാണാനും ഇതിന് പാർക്കിൽ പോകാനാണോ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നത് സാർ? അതൊരു കാര്യം ഞാൻ ചോദിക്കുന്നു സാറേ. സിനിമ കാണാനും പോകും? അതൊന്നും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. സിനിമ കാണാൻ പോടി? ഇല്ല. എവിടെ നിന്നാണ് കാശ്? സാറേ കൊച്ചല്ലേ, അവള് ഒരു പാവം സാറേ. അപ്പൊ പൊടിക്ക് എന്തോ പറയും? ഈ കൊച്ചു കാണിക്കുന്ന എന്തെല്ലാം കാണിക്കുന്നറിയാമോ? സാറന്മാരുടെ അടുത്തൊക്കെ കൊല്ലം കുത്തി കാണിക്കുക, വെറും മോശമായിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് ഒരു പഠിക്കുന്ന കുട്ടി, ഒരു വിദ്യാർത്ഥിനി പഠിപ്പിക്കുന്ന സാറിനോട്. സാർ അങ്ങനെയാണോ പഠിച്ചത്? സാറിന്റെ സംസ്കാരം അങ്ങനെയാണോ? സാറിനെ കാണുമ്പോൾ അറിയല്ലോ കുലീനത. സാറേ ബോർഡിലൊക്കെ വൃത്തികേടൊക്കെ എഴുതിയിരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ആണുങ്ങളല്ല പെണ്ണും അല്ലാത്ത രീതിയിലല്ലേ കാണിക്കുന്നു? മോശമല്ലേ? പെണ്ണുങ്ങളായ ഇത്തിരി പക്വതയൊക്കെ വേണ്ടേ? ആണുങ്ങളെ തരികട കാണിക്കും എന്ന് പെണ്ണുങ്ങൾ തീരെ തറയാവാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇതെല്ലാം ബാധിക്കുന്ന കേസാണ് സാറേ. ഇവിടുത്തെ ആൺകുട്ടികൾ പോലും എക്സ്ട്രാ ഡീസന്റ് ആണ്. സാറ് സംസാരിക്കും, ഞാൻ സംസാരിക്കുന്നതിന് ഒരു പരിധി വിട്ട് ഞാൻ സംസാരിക്കാത്ത കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സാറ് സംസാരിക്കും, 2 സെക്കൻഡ് ഞാൻ മാറി നിൽക്കാം. സാറ് സംസാരിച്ച് ഇന്ന് ക്ലിയർ ചെയ്തിട്ട് ഇനി ഒരു ഇതില്ല, പരീക്ഷ ഞാൻ എഴുതിപ്പിക്കില്ല. സാർ എന്ത് പറയാം, സാർ അതിനുള്ള ക്ഷമിക്കണം സാർ. സാർ സംസാരിക്കും, ഞാൻ മാറി നിന്നെ. നിന്റെയൊക്കെ പ്രായത്തിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ മറു സൈഡ് കൂടെയാണ് പോണത്. മഹാമോശമായി. എനിക്ക് മാർക്കൊക്കെ ഉണ്ട്. മാർക്കുണ്ടായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കിയില്ലേ? അവരെ ഉറപ്പിച്ചു കളഞ്ഞില്ലേ? മഹാമോശമായി. അവര് പറയണത് പകുതിയും കള്ളത്തരമാണ്. നീ കാണിക്കണ എല്ലാം അവര് ക്യാമറയിലൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ അവര് പറയുന്നത്? ക്യാമറയിൽ അല്ലാതെ അവർ അന്വേഷിക്കൂലേ? എന്തെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആളെ വെച്ച് അന്വേഷിക്കൂലേ? അല്ല ചുമ്മാ വെറുതെ വർക്കിംഗ് ഒന്നും അല്ല, ചുമ്മാ പറയാനാണ്. നീ പറയാനല്ല സത്യം. കണ്ടുപിടിക്കാതെ അവരിങ്ങനെ പറയൂ. 1ഉം 2ഉം ആണെങ്കിൽ അവരും കളയും. ഇത് സ്ഥിരമാകുമ്പോൾ പിന്നെ അവർ ആരായിരുന്നാലും ശ്രദ്ധിക്കൂല. ഞാനായ വിടും. എങ്ങനെയെങ്കിലും പരീക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ നീ നാളെ മറുകണ്ഠം ചാടി കഴിഞ്ഞാൽ നമുക്കല്ലേ ചീത്തപ്പേര്, എനിക്കല്ലേ ചീത്തപ്പേര്. മറുകണ്ഠ ചാടുല്ലെന്ന് വാക്കുകൂടി. എന്തെങ്കിലും ഇത് വന്നാൽ നമ്മളെ വിളിക്കുള്ളൂ. മോശമല്ലേ? മോശം. അതൊന്നും ചെയ്താണ് സാർ. അതാ ഞാൻ പറഞ്ഞത്. അത് എന്താ സാറേ പറഞ്ഞു കേട്ടോ സാറേ. ഇനി സാറിന് ഞാൻ വേറൊരു കാര്യം ഞാൻ കേൾപ്പിക്കാം, ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഈ സ്ഥാപനത്തിൽ ഈ കുട്ടിയുടെ കൂട്ടുകാരുടെ കൂടിയിട്ടാണ് മോശമായി എന്ന് പറഞ്ഞില്ലേ, അതിലൊരു പേരന്റ് അയച്ച വോയിസ് മെസ്സേജാണ്. കുട്ടി കേട്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, സത്യം വളരെ ബുദ്ധിമുട്ടാണ് സാറേ. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റി തരുമോ? ഒരു അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഞാൻ ഇതുവരെ കാണിച്ചില്ല, വിഷമിക്കണ്ട. സാറ് നല്ലൊരു കുലീനനായ ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒരു കുലീനത്തോടൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾ വളർന്ന സിറ്റുവേഷൻ അല്ല, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും വന്നത്, വലിയൊരു തറവാട്ടിൽ പറഞ്ഞായിരിക്കാം, നല്ല സംസ്കാരമുള്ള മനുഷ്യനെ. ആ സംസ്കാരത്തിൻ്റെ തറവാട്ടിൻ്റെ ഒരു മഹിമ പോലും ഒരു കണി പോലും ഈ കുട്ടിയിലില്ല. ഇങ്ങനെ നിൽക്കുന്നില്ലേ? ഇതല്ല, ഈ നിൽക്കുന്നതല്ല. എന്നെ ഒരു ദിവസം ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ ദഹിച്ചു പോയി. ഒരു ദിവസം ഞാൻ ചോദിച്ചു ക്ലാസ് ഇല്ലേ എന്ന് ചോദിച്ചു. അത് തെറ്റായി പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ച ചോദ്യം തെറ്റായി പോയെങ്കിൽ ഒന്ന് പറയണം സാറേ. ഈ കൊച്ചിന് പിന്നെ ഈ വോയിസ് വെറുതെ ആരെങ്കിലും ഇടുവോ? വെറുതെ ആരെങ്കിലും അന്ന് തലയ്ക്ക് വെളിവുണ്ടോ? ഞാൻ സംസാരിക്കില്ല ആവശ്യമില്ല ആരുടെ. അപ്പൊ ഈ കുട്ടി ചെന്ന് അവിടെ പരാതി പറഞ്ഞാണല്ലോ. അച്ഛനോട് പരാതി പറയാതെ ഇങ്ങനെ ഒരു വോയിസ് എടുത്തിട്ടോ? ലക്ഷ്മിയുടെ അച്ഛനല്ലേ? ലക്ഷ്മി കണ്ട എങ്ങനെ ഇരിക്കുന്നു സാറേ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പേര് പറഞ്ഞില്ല, എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല. ഹൂ എന്ന് സാർ എന്നോട് ചോദിച്ചില്ലേ, ഞാനതുകൊണ്ട് പറഞ്ഞില്ല. ഹൂ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേനെ ഇന്ന ആളിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞേനെ. പക്ഷെ വീണണ്ട എന്തെങ്കിലും കാര്യമില്ലാതെ പറയൂ. അങ്ങനെ എന്നെ ഇഷ്ടമല്ല അവർക്ക്. ഇഷ്ടമല്ലാത്ത കാര്യം എന്ത്? നമ്മുടെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ട്, അതാണ് പ്രശ്നം. അതാണ് ഇഷ്ടമല്ലാത്തത്. അവരൊന്നും ചുമ്മാ പറയില്ല. നീ എന്ത് ഡയലോഗ് അടിച്ചാലും ശരിയല്ല. നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ പറയുന്നത്. ആവശ്യമില്ലാതെ ആര് സംസാരിക്കില്ല, ആരെയും പറയില്ല. നമുക്ക് തോന്നില്ലല്ലോ പറയാൻ.
ക്യാമറ വെറുതെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അവരെന്തോ വെറുതെ വെച്ചിരിക്കുന്നത്. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാം അവർ കംപ്ലൈൻറ്റ് എവിടെയൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. അവർ പൈസ മുടക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി തന്നെ, അല്ല ചുമ്മാ അവരെ അവർ പറയുന്നത് ഒരു മോശവും ഇല്ല. പറഞ്ഞത് കറക്റ്റാണ്, അല്ലാതെ ഇത് ആരെയും മോശപ്പെടുത്താനല്ല, നന്നാകാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഇത്രയും വഷളാക്കി കളഞ്ഞില്ലേ. എനിക്കും കൂടെ തലവേദന കൂടിയല്ല. അതാണ് ഈ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ആഹാരം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സാറ് പറയുന്നത് ഞാൻ പറയുന്നത് ഇവള് നീ എന്തെങ്കിലും പറയുമ്പോൾ സാർ പറയുമ്പോൾ കേൾക്കൂ. കേക്കോ? എന്നെ സത്യം കൊച്ചത്തിന്റെ തലയിലടിച്ച് ആണയിട്ടു, മാമന്റെ തലയിലടിച്ച് ആണയിട്ടു. നീ ഇന്നെ അമ്മയെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കോ? എന്നെ ആവശ്യമില്ല ബുദ്ധിമുട്ടിക്കോ? പറയുമ്പോൾ കേൾക്കോ? കേൾക്കോ? ഉറപ്പ് എന്നെ എന്തോ അതെന്തോ അത് സാറാണ് തീരുമാനിക്കേണ്ടത്, അല്ല ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇല്ല സാറിനടുത്ത് പറയാം, അച്ഛനടുത്ത് പറയണം. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അപ്പ എഴുതാൻ സമ്മതിക്കും. ഇന്നെ എന്നെ വരുത്തിക്കോ? ഇങ്ങോട്ട് അമ്മയെ വരുത്തിക്കോ? അന്ന് വന്നവരാരെങ്കിലും വരുത്തിക്കോ? അങ്ങ് പാറശാല കിടക്കുന്ന ആളിനെ ഇനി വരുത്തിക്കോ? ഇനി സാറ് നമുക്കൊന്നും നേരമില്ല നിന്റെ കുറേ ആളൊക്കെ ഇവിടെ വന്ന് രണ്ടുപേർക്ക് നേരമൊന്നുമില്ല. ഇവിടെ പഠിക്കാൻ പറ്റിയിരിക്കണ ഇവിടെ സ്ഥാപനത്തിൽ ഒരു അധികാരിയുണ്ട്, അതിനെ നോക്കുന്ന ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവർ പറയും പോലെ പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രം സാറ് ഒരു തീരുമാനം. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം, എന്റെ ഇരട്ട പേരെടുത്ത് എഴുതി വെക്കരുതെന്ന് പറയണം. 3 വട്ടം മഹാമോശം കണ്ട ശാപങ്ങൾ വലിച്ചു വെക്കാതെ ഉള്ള കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മാന്യത കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെ ഓർത്ത് മാത്രം പറഞ്ഞു. മനസ്സിലായോ? അങ്ങോട്ട് തിരിഞ്ഞില്ലേ? ഇനി മേലാൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ കൃത്യമായിട്ടും വന്നിരിക്കണം. എൻ്റെ ഇരട്ട പേര് പ്രത്യേകിച്ച് പറയുകയാണ്, എൻ്റെ ഇരട്ട പേര് ഒരിടത്ത് എഴുതി വെക്കരുത്. അത് എഴുതി വെക്കില്ല എന്നും പറയും. ഉറപ്പന്നെ തലയിലൊന്നും അടിക്കണ്ട, കയ്യിലടിച്ച് ഉറപ്പന്നെ. ആവശ്യമില്ല വന്ന് തലയിൽ വാങ്ങിച്ചു വെക്കാതെ ശാപങ്ങൾ വലിച്ചു വെക്കാതെ ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മളൊക്കെ തീർന്നു, പല രീതിയിലും അനുഭവിച്ചങ്ങ് തീർന്നു. ജീവിക്കേണ്ട നിങ്ങളെയാണ് പറഞ്ഞ മനസ്സിലായത്. നമ്മളൊക്കെ തീർന്നു. 40 കഴിഞ്ഞാൽ പിന്നെ പോയി. മനസ്സിലായില്ല? 10 പിള്ള, 20 പ്രായം, 30 മൂർഖൻ, 40 നടുവ്, 50 അറിവ്, 60 പിറുവിറുക്കും, 70 എഴുതിരിക്കും, 80 നടക്കല്ലാക്കി. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതം. പോയി കളയാതെ. ആര് പിറുപിറുത്തന്ന്? ആര് പിറുപിറുത്തന്തിന്? എന്താ സാറേ പറഞ്ഞ? കവിത വലിയത് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ച ആരും എന്നെ പറ്റി ഞാൻ പ്രായത്തിന്റെ ഇത് പറഞ്ഞത്. അല്ലാതെ പിറുപിറുക്കാൻ നിൽക്കേണ്ട കേട്ടാ. ഏത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ പല ആവർത്തിയായി കാണുമ്പോഴേ അറിയാം. ബാക്കി ഞാൻ ഇല്ല ഞാനിത് ലാസ്റ്റാണ്, ഇനി വേറെ ഒന്നുമില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. ഓക്കെ. എന്താണ്? ബന്ധുവാണ്, എൻ്റെ ഒരു ബന്ധുവാണ്, കാണാൻ വേണ്ടി. ഓളെ കാര്യങ്ങളൊക്കെ കേട്ടോ, വല്ലാത്ത ഇതാണ്. ഇപ്പൊ അച്ഛനായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തു. ഇരിക്കും, എല്ലാവരും ഒന്നിരിക്കും. മീറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇതാ വരുന്നേ, 2 സെക്കൻഡ്. പണി പാടുമായിരുന്നു, ചുമ്മാ ആവശ്യമില്ല അത്രയും. ഹലോ റെഡിയാണ് കേട്ടോ, അവരെവിടെ പോയി? ഹലോ സാറേ, വരണം. ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഇത് എത്ര ആവർത്തിയായി? ഹലോ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വരണം, കുഴപ്പമില്ല, വരണം. അപ്പൊ ഇനി ഇത് ആവർത്തിക്കില്ലല്ലോ, ഉറപ്പേനല്ലോ. ഒരു ചാൻസ് കൂടെ കൊടുക്കണം. ഒരു ചാൻസ്. ഓക്കെ. അതിൽ ഒപ്പിട്ടത് നിങ്ങളാണ്, അത് ഓർമ്മ വേണം. ഇനി ഫാദറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വന്നിരിക്കണം കേട്ടല്ലോ. ഇനിയിപ്പോൾ ഇതിൽ കോഴിക്കോടാണ്, കണ്ണൂരാണ്, പയ്യന്നൂരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ കേട്ടല്ലോ. ഇനി ഇത് ആവർത്തിക്കുന്നത്. പോണം. അയ്യോ, ഇത്രേ ഉപദ്രവം ചെയ്തു വെച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? നല്ല ആവശ്യം ഉണ്ടായിരുന്ന ഈ മൊട്ടം വെയിലത്ത് നമ്മളെയും കൂടെ ഇട്ട് നടത്തിക്കാൻ വേണ്ടി എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇനി ഒരു കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ആരെന്ന് പറഞ്ഞ ഇയാള്? ഈ കുട്ടിയുടെ ആരെന്നാ പറഞ്ഞത് ഇയാള്? ഞാൻ ആരെന്ന് അവളെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ അവളെ തന്ത, അവളെ ഭർത്താവ്. ഇതാരടി സംസാരിച്ച് വേറെ ആരെങ്കിലും വിളിച്ചോളി കേട്ടാ. ഇവൻ ആരെന്ന് നീ പറ. നീ രാവിലെ ഉടുത്തൊരുങ്ങി രാവിലെ ഇറങ്ങി എവിടെ പോയെന്ന് നീ പറഞ്ഞു എൻ്റെ അടുത്ത്. നിങ്ങൾ രാവിലെ ഉടുത്തൊരുങ്ങി എവിടെ പോയത് പറയാനുള്ള സമയം കിട്ടിയില്ലല്ലോ. ഞാൻ വീട്ടിലുള്ളപ്പോ തന്നെ നീ ഇറങ്ങിയത്. ഇപ്പൊ നിനക്ക് പറയാൻ വരുന്നോ? പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഭർത്താവാണോ ഇത്?
ഇത് നിന്റെ ഭർത്താവാണോന്ന് ചുമ്മാ ഇതുവരെ ഞാൻ അനാവശ്യം സംസാരിച്ചില്ല. ചുമ്മാ അനാവശ്യം പറയാം. ഏയ്. ഞാൻ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്ത് ചുമ്മാ കുട്ടി- അനാവശ്യം തോന്നിയ ദിവസം പറയരുത്. പറഞ്ഞേട്ടാ. അച്ഛാ കുറ്റ മാറ് ഇങ്ങോട്ട് ഇപ്പോഴേ എങ്ങനെ അച്ഛനായി വേറെ നിന്നെ കണ്ടപ്പോ നിനക്ക് അപ്പോഴും അച്ഛൻ അവനെ ഓർമ്മ വന്നില്ലേ എന്തല്ലേ വെള്ളം അടിച്ചോണ്ട് നീ ഞാൻ വെള്ളം അടിക്കാൻ നീ ആടാ ഞാൻ എന്നെ വെള്ളം ശരി, മതിയാക്കി നീങ്ങിരി. റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ എന്തായിരിക്കും? ചുമ്മാ ഓടാ ആട്. ചുമ്മാ കൈ നീട്ടാൻ നിങ്ങളൊന്നും മിണ്ടാതിരി, ഈ റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ നീ മിണ്ടാതിരി. മാറിയടാ നീ എന്റെ ഭാര്യ നീ ആര് മാറിയടാ ഇങ്ങോട്ട്. അങ്ങോട്ട് നീങ്ങിരി. ശരി, എനിക്ക് ചെവിയാക്കാം. അങ്ങോട്ട് നീങ്ങിരി. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും പോടാ. എവിടെ പോയെ എടാ നിന്നെ അല്ലടാ പോകാൻ പറയേണ്ടത് ഞാൻ ഒരു കുടുംബം ഞാൻ കഴിക്കാൻ വേണ്ടി നീ വന്നതാ. നീ ഇവിടെ നീ ഇവിടെ നിന്ന് പോണോ പോണ്ടേന്ന് ഞാൻ തീരുമാനിക്കും നീ ഇന്ന് ഇവിടെ നിന്ന് പോണോ പോണ്ടേന്ന് ഞാൻ തീരുമാനിക്കും നാട്ടുകാർ കൂട്ടിട്ട് നാട്ടുകാരെല്ലാരും അറിയണം കാണാം കാണാം. ആ നാട്ടുകാരെ അറിയണം നിങ്ങളെ രണ്ടുപേരെ ബന്ധങ്ങളെല്ലാം നാട്ടുകാരും അറിയണം ആ. അറിയാമെങ്കിൽ പോകാനും അറിയാം. ആ. നീ പോകൂല നീ കാണിച്ചേ നീ പൊയ്യോക്ക് ആ. നീയേ ബസ് കാത്തിരിക്കല്ലേ നീ ബസ്സിൽ കയറി പൊയ്യോക്ക് അപ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടാ അപ്പോഴും നീ അതിനെ കാണിച്ചു തരാം കേട്ടാ അപ്പോഴും നിന്നെ കാണിച്ചു തരാം കേട്ടാ നിന്നെ അപ്പോഴേ കാണിച്ചു തരാം നിന്നെ അപ്പോഴേ കാണിച്ചു തരാം നീ ഇവിടുന്ന് പോലെ ഞാൻ അപ്പോഴേ ഞാൻ കാണിച്ചു തരാം നീ കാണിക്കും. കാണിക്കണം വരട്ടടാ നീ ഇവിടുന്ന് പോണത് ആള് വന്നിട്ട് നീ ഞാൻ മാറിയിരിക്കണോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ ചേട്ടാ നിങ്ങളെവിടെ ഉള്ളത് നീ അറിയില്ല. നീ അറിയില്ല. നിങ്ങളെവിടെ ഉള്ളത് എവിടെ അടുത്തുള്ള തന്നെ എവിടെയാന്ന് പറയണ ഞാൻ കല്ലമ്പലത്തിലുള്ളതാണ് ഞാനേ ഇവളെ ഭർത്താവാണ് എന്റെ കുട്ടിയാണ് ഈ നിൽക്കുന്നത് കള്ളു പിടിച്ചെങ്കിൽ സൈറ്റ് കേട്ടാ. ഇവിടെ കള്ള് കുടിക്കാതിരിക്കും നീ കാണിക്കുന്നതിന്റെ അത്ര ഇതൊന്നും ഹലോ, ഞാൻ ഇതുവഴി പോയപ്പോഴും നിങ്ങൾ ഇപ്പൊ ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി പോയതല്ലേ, ഇപ്പൊ വഴി കാറിൽ പോയപ്പോഴേ നിങ്ങൾ ഇതിവിടെ വിഷയം ചെയ്യുന്നത് എന്താണ് പ്രശ്നം? ഇതാര്? സാറേ എന്റെ ഭാര്യയും മോളുമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ബന്ധുവാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ബന്ധുവാണ് അവിടെ വരുന്ന ആ കണ്ടീഷനിൽ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ അതെ, സംഭവേ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ സഹായിക്കാൻ വന്നാണ്? എന്താണ് സംഭവം? എനിക്ക് പരിചയമുള്ള ഒരു അരിച്ചേട്ടനുണ്ട്. പുള്ളി പറഞ്ഞു ഇതുപോലെ മോള് കോളേജിൽ പ്രശ്നമാണ്. പലരെയും വെച്ച് പ്രിൻസിപ്പാളിന്റെ അടുത്ത് സംസാരിച്ചു. സംസാരിച്ചു ഒരു ചാൻസ് പരീക്ഷ നാളെ അല്ലെങ്കിൽ ഇരുത്തു. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പറയുന്നത് ഇതേ കാണാൻ അച്ഛനെന്ന്. ഇത് ആര് പറയുന്നത്? ആദ്യമായിട്ട് കാണുകയാണ്, എനിക്കറിയില്ല. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് പറയുന്നത്. ഇതാരാണ്? ഇതാരാണ്? അത് മോളെ അച്ഛനാണ്, എന്റെ ഭർത്താവാണ്. ശരി, അപ്പൊ എന്താ ചുമ്മാ ഇതിനെ വലിച്ചിട്ട് ചുമ്മാ നാട്ടിക്കാൻ വേണ്ടി വിളിച്ചതാണ്? അതല്ല ചേട്ടാ. എന്തോന്ന് നല്ല കാര്യത്തിന് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും. എനിക്ക് വേറെ ഒരു ദുരുദ്ദേശമില്ല. ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണാൻ അനുചേട്ടൻ വിളിച്ചിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്കറിയില്ല. ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് പുള്ളി ഒരു സഹകരണം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ പറയട്ടെ, വെള്ളം അടിച്ചോണ്ട് അല്ല അത് തന്നെ പോ. ഇത് അതായത് അല്ല ഇതേ എന്റെ ഭാര്യ കൊണ്ട് കറങ്ങാൻ പോയി എന്താ അറിയാമോ? ഇത് മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. ഇത് സംഭവം ഇവരെ വിട്ടത് കൗമുദി ടിവിയാണ്. ഇത് കൗമുദി ടിവിയുടെ ഓമൈ കൂടുന്ന പരിപാടിയാണ്, മനസ്സിലായില്ലേ? ഇതാ ഇതും അതിന്റെ ആള് തന്നെ, ഇതും ബാബുണ്ണൻ തന്നെ. എന്റെ പൊന്നു ബാബുണ്ണ, നിങ്ങളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുമായിരുന്നു. പുള്ളിയുടെ സഹോദരിയ മോളാണ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അവര് താഴെ വന്നിട്ട് അവര് പറയുകയും ചെയ്തു, പ്രിൻസിപ്പാളിന്റെ അടുത്ത് ആ മോളെടുത്ത് ചൂടാവണം, എന്നാലേ പ്രിൻസിപ്പാൾ ഇത്തിരി ചൂടാവും, അല്ലെങ്കിൽ ചാൻസ് കിട്ടൂല. യൂണിഫോം ഒരു സംശയം എനിക്ക്. അതെ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ ഫ്രണ്ടിലാണ്. അവിടുത്തെ പ്രിൻസിപ്പളായ ഡോക്ടർ മകേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. മകേഷ് സാറിൻ്റെയും ഇവിടുത്തെ ചെയർമാനായ ബിജു രമേശ് സാറിൻ്റെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഫ്രാൻസിസ് സാർ അദ്ദേഹമാണെന്ന് പകരം അച്ഛനായിട്ട് വന്നത്, ഒരു ഗാർഡിയനായിട്ട് കൊണ്ടുവന്നതാണ് അല്ലേ? എങ്ങനെയാണ് സംഭവം? അതെ, അങ്ങനെയാണ് എന്നെ വിളിച്ചത്.
അനുചേട്ടനാണ് വിളിച്ചത് പലതവണ ഇവിടെ പലരെയും കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്ത് വിട്ടു. കുട്ടി വീണ്ടും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആരെങ്കിലും ഒരാള് ഒന്ന് പറഞ്ഞാല് അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ വയലന്റ് ആവും. എന്നെ അങ്ങനെ കൊണ്ടുവന്ന് പെടുത്തിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഗാർഡിയൻ എന്ന് പറയുന്നത് അച്ഛനായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായല്ലേ? അച്ഛനായി ഇതിനിടയ്ക്ക് ഒറിജിനൽ അച്ഛൻ വന്നപ്പോ അപ്പോഴാണ് പെട്ടു എന്ന് മനസ്സിലായി. അപ്പൊ നാണം കെട്ട ആയല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെയാണ്. എന്തായിരുന്നാലും ഞാൻ ഈ ടീമിനെ എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. എല്ലാവരും സൂപ്പറായിരുന്നു, സൂപ്പറായിട്ട് അഭിനയിച്ചെന്ന് വേണം പറയാൻ. പക്ഷേ എൻ്റെ അടുത്ത് മാത്രം ഒരു വാക്ക് പറഞ്ഞില്ല. അത് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അല്ല, അങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ വൈഷ്ണവ് സ്റ്റുഡൻറ് നമുക്ക് പൂർണ്ണമായിട്ട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരാൾ കൂടി ഇന്നുണ്ട്. കാരണം നമ്മുടെ ആർട്ടിസ്റ്റ് സ്മിത കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് വന്നത് അല്ലേ സ്മിത? സന്തോഷം. സന്തോഷം. ഞാൻ മുൻപ് കൗമുദിയുടെ ഓ മൈ ഗോഡ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പായി. ഇപ്പൊ വീണ്ടും വന്ന് വളരെ സന്തോഷം, നന്ദിയുണ്ട്. മഹേഷ് സാർ, നമ്മൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതുപോലെ മഹേഷ് സാർ നമ്മുടെ കൗമുദിയുടെ ഓൾ ഇൻ ആളാണ്. അവരുടെ പ്രോഗ്രാമിലെല്ലാം ഷെഫ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സീസൺ 1, 2, 3. അതിന്റെ ജഡ്ജ് കം ആങ്കർ ആയിരുന്നു. അതെ, അപ്പം എല്ലാവരെയും പരിചയമുള്ളവരാണ്. സന്തോഷമുള്ള കാര്യം. നമ്മളെ കുടുംബത്തിലെ കൗമുദി കുടുംബത്തിലെ അംഗമാണ് മഹേഷ് സാർ. എന്തായിരുന്നാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസ് ആണ്. ഈ ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന നമ്മുടെ മഹേഷ് സാറാണ്. സാർ, ഇതാ കൗമുദി ടിവിയുടെ ക്യാഷ് പ്രൈസ്. 4+ കാർ ഷാംപൂ നൽകുന്ന സമ്മാനം. ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ ബഞ്ചു നൽകുന്ന സമ്മാനം. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം. ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നൽകുന്ന സമ്മാനം. ഇതിൽ 3 സൂത്രങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം. ഗുണവും മണവും മേന്മയുമുള്ള BB കായം നൽകുന്ന സമ്മാനം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.